പ്രേംലാലെ, പാകിസ്ഥാൻ രാജ്യാന്തര എയർലൈൻസ് വിൽപ്പനയിൽ നിന്ന് ഫൗജി ഫെർട്ടിലൈസർ കമ്പനി പിന്മാറിയതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അസീം മുനീർ, പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിന്റെ കീഴിലുള്ള കമ്പനി പിന്മാറിയത് അവസാന നിമിഷമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കിതിനെ ഏത് തരത്തിൽ വിലയിരുത്താം? തുഫയിലെ ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം, ഇത് പാകിസ്ഥാനിലെ ഒരു വെള്ളാനയാണ്. കാര്യം, വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും കടക്കണിയിലും പെട്ടുടലുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് വിറ്റഴിക്കാനായിട്ട് പാകിസ്ഥാൻ സർക്കാർ തീരുമാനമെടുത്തത്. അതിന് കൃത്യമായ ഒരു കാരണം കൂടിയുണ്ട്. പാകിസ്ഥാൻ നിലവില് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന്, അതായത് ലോക ബാങ്കിൽ നിന്ന് 7 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വായ്പ പുതിയതായിട്ട് വാങ്ങുകയാണ്. അപ്പോ ഈ വായ്പകൾ, മുൻപെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ പാകിസ്ഥാൻ വീഴ്ച വരുത്തിയതിന്റെ സാഹചര്യത്തിൽ പുതിയ വായ്പ അനുവദിക്കുന്നതിന് കർശന ഉപാധികൾ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ പൊതുഖജനാവിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ അത് വിറ്റഴിച്ച് സ്വകാര്യവൽക്കരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പൊ ഇത് പ്രകാരമാണ് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലുള്ള പാകിസ്ഥാൻ അന്താരാഷ്ട്ര എയർലൈൻസ് എന്ന് പറയുന്ന വിമാന കമ്പനിയെ പാകിസ്ഥാൻ വിൽക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്നത് ആ പാകിസ്ഥാന്റെ ദേശീയതയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ എന്തുകൊണ്ട് ഈ സ്ഥാപനം ഇത്ര വലിയ കടക്കണിയിലായി? അതിന് പല ഉത്തരങ്ങളുണ്ട്. ഏറ്റവും പ്രസക്തമായ സംഗതി, 2020 ഒരു വിമാന അപകടം ഉണ്ടായി. ആ വിമാന അപകടത്തിന് ശേഷം, അത് കറാച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഈ വിമാനം തകർന്നു വീണതാണ് സംഗതി. ഏതാണ്ട് 90-നടുത്ത ആൾക്കാർ ആ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പൊ ആ അപകടത്തെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ വന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരമുണ്ട്. ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ പൈലറ്റുമാരിൽ ഏതാണ്ട് 30% പേർ വ്യാജ ബിരുദങ്ങൾ കാട്ടിയാണ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യാപകമായ പിരിച്ചുവിടല് ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് നടപ്പാക്കേണ്ടി വന്നു. അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വൻ തുകയും ചെലവഴിക്കേണ്ടി വന്നു. ഇനി ആ സ്ഥാപനം ഇത്ര വലിയ ബാധ്യതയിലേക്ക് പോകാനായിട്ടുള്ള മറ്റൊരു കാരണം, വലിയ രീതിയിലുള്ള നിയമനങ്ങൾ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ആളുകളെ നിയമിച്ചു വെച്ചേക്കുക. അത് ഏറിയ പങ്കും പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്. ആ വകുപ്പില് വലിയ രീതിയിലുള്ള കൊടിയ അഴിമതിയും ആ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് നടന്നിട്ടുണ്ട്. ഇപ്പൊ നിവൃത്തിയില്ലാതെ അന്താരാഷ്ട്ര നാണയനിധിയുടെ നിർദ്ദേശാനുസരണം ഇവര് ഇതിന്റെ 75% ഓഹരികൾ വിൽക്കാനായിട്ടാണ് തീരുമാനമെടുത്തിരുന്നത്. അപ്പൊ അതിന്റെ ടെൻഡർ നടപടികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ ഡിസംബർ 23-നാണ്. അപ്പൊ അന്ന് ഈ ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഈ ഫൗജി ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന കമ്പനി, ഇപ്പൊ ഈ ഫൗജി ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ഫൗജി ഫൗണ്ടേഷൻ, പാകിസ്ഥാനിലെ സൈനികരുടെ വ്യവസായ സംരംഭമാണ് ഈ ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അല്ലെങ്കിൽ ഈ ആശുപത്രികൾ തൊട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ നടത്തുന്നുണ്ട് പാകിസ്ഥാനിൽ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രമാണിമാരാണ് ആരെന്ന് ചോദിച്ചാൽ അവിടുത്തെ സൈന്യം തന്നെയാണ്. അങ്ങനെയുള്ള പാകിസ്ഥാനിലെ ഫൗജി ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഒരു വളം നിർമ്മാണ കമ്പനിയാണ് ഈ ഫൗജി ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വാങ്ങാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചതാണ്. പക്ഷേ 23-ാം തീയതിക്ക് തൊട്ടു മുമ്പ് ഈ ടെൻഡർ സമർപ്പിക്കുമ്പോൾ ഒരു മിനിമം ഒരു റിസർവ് തുക കെട്ടിവെക്കേണ്ടതുണ്ട്. ആ തുക പോലും കെട്ടിവെക്കാതെ ഇവര് ആ ടെൻഡർ നടപടികളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നിലവില് ഈ പ്രീ ക്വാളിഫിക്കേഷൻ പാസ്സായ, യോഗ്യതാ മാനദണ്ഡങ്ങൾ പാസ്സായ മൂന്ന് പേർ മാത്രമാണ് ഇപ്പൊ ഈ ടെൻഡർ നടപടികളുടെ ഭാഗമായിട്ടുള്ളത്. അതിലൊന്ന് എയർ ബ്ലൂ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വിമാന കമ്പനിയാണ്. രണ്ടാമത്തത് ലക്കി സിമെന്റ് നേതൃത്വം നൽകുന്ന ഒരു കൺസോർഷ്യം. അതില് ഹബ് പവർ ഹോൾഡിങ്സ്, കൊഹാക് സിമന്റ്സ്, മെട്രോ വെഞ്ചേഴ്സ്, പിന്നെ ഇത്രയും സ്ഥാപനങ്ങൾ ഈ കൺസോർഷ്യത്തിന്റെ ഭാഗമാണ്. പിന്നെ ആരിഫ് ഹബീബ് കോർപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു കൺസോർഷ്യം ഇതേപോലെ നിരവധി സ്ഥാപനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് അവരും ഈ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ, ഇപ്പോ ഈ ഫൗജി ഫെർട്ടിലൈസേഴ്സ് പിൻവാങ്ങിയത് ഭാവിയിൽ ഈ വിമാന കമ്പനിയുടെ ഉടമകളായി വരുന്ന ഏതെങ്കിലും ഒരു കൺസോർഷ്യത്തിൽ ഇവരും അംഗമായേക്കാം. ആ ഒരു സാധ്യത മുൻനിർത്തിയാണ് ഇവര് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. ഇപ്പോ ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് കടക്കണിയിൽ പോകാനുള്ള മറ്റൊരു കാരണമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്, ഇവർക്ക് നിലവില് 34 വിമാനങ്ങൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും അതിൽ 18 എണ്ണം മാത്രമാണ് ഗതാഗത യോഗ്യമായിട്ടുള്ളത്. മറ്റു പലതും കാലപ്പഴക്കം കൊണ്ടോ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കാത്തത് കൊണ്ടോ കട്ടപ്പുറത്താണ്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഈ പൈലറ്റുമാരുടെ യോഗ്യതയിൽ വലിയ സംശയവും വലിയ വെട്ടിപ്പും ഒക്കെ കണ്ടെത്തിയ സാഹചര്യത്തിൽ യൂറോപ്പിലേക്കും UK യിലേക്കും അമേരിക്കയിലോട്ടും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ ലാഭകരമായ വിമാന സർവീസുകളൊക്കെ ഇവർക്ക് അപ്രാപ്യമാവുകയും ചെയ്തു.
ഇവരുടെ ചെലവ്, ദൈനംദിന ചെലവുകളും പെരുകി. ഇപ്പൊ നിലവിൽ വരുന്ന കണക്ക് പ്രകാരം ഈ പറയുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് 800 ബില്യൺ പാകിസ്ഥാൻ കറൻസി കടം ഉണ്ടെന്നുള്ളതാണ് കണക്ക്. കൂടാതെ അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് 770 ബില്യൺ പാകിസ്ഥാൻ കറൻസിയുടെ നഷ്ടവും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ ഉള്ള മാർഗം എന്ന നിലയിലാണ് പ്രൈവറ്റൈസേഷൻ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ ഇതിലുള്ള കടം നിലവിൽ സർക്കാരിന്റെ നിക്ഷേപമായിട്ട് ഇതിൽ മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഏതായാലും നിലവിൽ 75% ഓഹരി സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനായിട്ടാണ് തീരുമാനമായേക്കുന്നത്. ബാക്കിയുള്ള 25% ഓഹരി 90 ദിവസത്തിനുള്ളിൽ ഈ സ്വകാര്യ സംരംഭകരാരാണോ അവർക്ക് വാങ്ങാം. ഇനി നിലവില് 1 വർഷത്തേക്ക് ഈ ജീവനക്കാരുടെ തൊഴിൽ 1 വർഷത്തേക്ക് സർക്കാർ ഉറപ്പും കൊടുക്കുന്നുണ്ട്. ആ 1 വർഷത്തിനുള്ളിൽ നിങ്ങളെ പിരിച്ചുവിടില്ല. പിന്നെ അതിന്റെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോ പുതിയതായിട്ട് ചുമതലയെടുക്കുന്ന ഏത് കൺസോർഷ്യമാണോ അവര് വഹിക്കും എന്നുള്ളത് ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോ ഈ ഫൗജി ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായ ഭീമന്മാർ എന്ന് പറയുന്നത് അവിടുത്തെ സൈന്യം തന്നെയാണ്. ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സൈന്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു സഹോദര സ്ഥാപനമാണ്, അല്ലെങ്കിൽ അതിന്റെ ആ മദർ കൺസേണിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനം മാത്രമാണ് ഈ ഫൗജി ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ പരമോന്നത സൈനിക മേധാവിയായ അസീം മുനീറിന്റെ കീഴിൽ വരുന്നതാണ് ഇതെല്ലാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്തായ ഒരു വിമാന കമ്പനി വിൽക്കാൻ വെച്ചേക്കുന്നു. അത് വാങ്ങാനായിട്ട് രാജ്യത്തിന്റെ തന്നെ സൈനിക മേധാവിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം രംഗത്തേക്ക് വരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു കൗതുക വാർത്ത, അതിനോടൊപ്പം ഒരു ആശ്ചര്യകരമായ വാർത്ത എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചിത്രീകരിക്കപ്പെട്ടത്. അപ്പൊ ആ ഒരു ജാള്യതയും കൊണ്ടാകാം ഒരു പക്ഷേ ഈ ഫൗജി ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഈ വിമാന കമ്പനി വാങ്ങാനായിട്ടുള്ള നടപടിയിൽ നിന്ന് പിൻവാങ്ങിയേക്കുന്നത്. ഏതായാലും 23-ാം തീയതിക്ക് ശേഷം ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഭാവി എന്താണ്, ഏത് കമ്പനി ആയിരിക്കും അത് സ്വന്തമാക്കുന്നത് എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം നമുക്ക് നൽകാൻ സാധിക്കും.